ഇതാണ് ബെൽത്താസ്. ഇത് അഡ്വക്കേറ്റ് റോണി, നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് എല്ലാം നോക്കുന്ന പുള്ളിയാ. അച്ഛൻ നല്ല ഹാപ്പി ആണല്ലോ. നോക്കാൻ ഫുൾ ടൈം ആളല്ലേ, പിന്നെ എന്നാ പേടിക്കാനാ? ചുമ്മാ കിടന്നു കൊടുത്താ പോരെ. എന്താ ചേ മനസ്സിലായി? ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ? അച്ഛൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു, അല്ല അച്ചായ? അത് അച്ചായൻ പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം സെലനിക്ക് കിട്ടും. ഏതായാലും അച്ചായൻ നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി പതിയെ താമസിക്കാണ്ട് 6 മണി പോലെ എണീറ്റ് നടക്കും. നടക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ, ഇടയ്ക്കിടയ്ക്ക് വരാം. എന്നാ ശരി. നിന്റെ വീട് എവിടെ? ഇവിടെ അടുത്ത് തന്നെ സാറേ. അടുത്തോ എന്ന് പറഞ്ഞ? എളങ്ങാട് തന്നെ. ആ, എളങ്ങാട്. സെലീന, ഒരു കാര്യം പറഞ്ഞേ. അതെ, അമേരിക്കയിലെ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിലും വിഷമിക്കണ്ട. ജോണച്ചായൻ അവിടെ കിടന്ന് എന്നാ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ച കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ. മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടല്ലോ വക്കീലെ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അച്ചായൻ്റെ ബില്ലിൽ മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് 1-2 ക്ലോസ് ഉണ്ട്. അതൊന്ന് മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം എന്താ? ഓ, അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ല നല്ലത്. അതെ, നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് 1-2 നല്ല വീടുകളുണ്ട്. മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ. ഞാൻ വിളിക്കാം. ഓക്കെ, മതി. അതെ, എനിക്കൊരാളെ കൊല്ലാനൊന്നും പറ്റില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ? എത്ര നാളിങ്ങനെ സാധിക്കും? പിന്നെ ഒന്നുമില്ലാതെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ ബെല്ല് റെഡിയാണോ? ഇനി അതും പോട്ടെ, എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതിനു വേണ്ടി അച്ചായനെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ സത്യം പറഞ്ഞ ഈ ബെല്ലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നാളൊരു കാലത്ത് സ്വത്തിന് വേണ്ടി നീ എന്നെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ. അപ്പം നമ്മുടെ പ്ലാൻ മാറ്റുമല്ലേ? അതൊക്കെ നിന്റെ ടെൻഷൻ കണ്ടപ്പോഴേ ഞാൻ ഉപേക്ഷിച്ചു. അല്ല, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല.
അതെ, എൻ്റെ നിവർത്തികേട് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് ബെല്ലിന് മനസ്സിലായില്ലേ? അച്ഛൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ. ഞാൻ നാളെ വരാം. കഞ്ഞിയായില്ലേ? ആ ദാ അച്ഛനുള്ള കഞ്ഞി. ഇത് അച്ചായനുള്ളതാണോ? അതെ, അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നേ. ഇതൊക്കെ കഴിച്ച അച്ചായൻ ബാക്കിയുണ്ടാവോ? ഉണ്ടാവില്ലായിരിക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് അങ്ങനല്ലേ? ഞാൻ ബെല്ലിനോട് ചോദിച്ചതല്ലേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. നീയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. ഇനി ഏതായാലും 5-8 മാസം കൂടി അച്ഛൻ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ ആരും അറിയാത്ത കാര്യങ്ങൾ കുറച്ച് നേരത്തെ കിട്ടുമായിരിക്കും. പ്രശ്നമാവത്തില്ലേ? ഏയ്, നമ്മൾ അച്ഛനെ നന്നായി നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വക്കീലിനും അത് ബോധ്യപ്പെട്ടതല്ലേ. ഏയ്, അധികം ആലോചിക്കണ്ട. ചൂട് പോ, ചെല്ല് കൊണ്ടു കൊടുക്ക. ചെല്ല്. അച്ചായൻ ഹാപ്പി, മുഴുവനും കഴിച്ചു. അതല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും നിന്റെ മുഖമൊന്ന് തെളിഞ്ഞു കണ്ടല്ലോ, അത് മതി. എന്നാലും ഈ ഹാപ്പി എൻഡിങ്ങിന്റെ ഐഡിയ അടിപൊളി. ഇത് എനിക്ക് എന്നാ തോന്നാഞ്ഞെന്നാ ഞാൻ വിചാരിക്കുന്നത്. തോന്നിയില്ലല്ലോ. എങ്ങോട്ടാ? ഞാൻ എസ്റ്റേറ്റ് ഓഫീസ് വരെ പോവാ. ഓ, അപ്പൊ ഇനി എന്നും ഇങ്ങനെ ചെയ്യല്ലേ? ആ, ഞാൻ നാളത്തെ കാര്യം രജി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി കൊടുത്തോളൂ. അതെന്താ, നാളെ ബെല്ല് വരില്ലേ? അല്ല, എനിക്കൊരു 2 ദിവസത്തെ ലീവ് വേണം. എന്തു പറ്റി? ആ ഇസ്രായേലി പോക്കിന്റെ പരിപാടിയില്ലേ, അതൊന്നും ഇവിടെ ലൈവ് ആക്കാനുണ്ട്. അത് ഇനിയും കളഞ്ഞില്ലേ? ഇന്നലെ എന്നോട് ചോദിച്ചില്ല എൻ്റെ പ്ലാൻ എന്നാണെന്ന്. ഒരു 2 കൊല്ലം ഞാൻ അവിടെ പോയി ജോലി ചെയ്തിട്ട് വന്നാൽ നമുക്ക് ഈ അറവിടമാരുടെ പുല്ലൊക്കെ അങ്ങ് വേണ്ടാന്ന് നോക്കാം. എങ്ങനെയുണ്ട്? ഇനി അതല്ല നിന്റെ പ്ലാൻ ആദ്യം വർക്കാവുന്നെങ്കിൽ നമ്മൾ ആ രീതിക്ക് അങ്ങ് പിടിക്കും. എന്നാ ഒക്കെ ആയാലും നമ്മൾ 4 കാലിലേ വീഴത്തുള്ളൂ. ഓക്കെ അല്ലേ?
2 ദിവസം. എന്നേലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാം. ഓക്കെ, അപ്പം ഞാനെല്ലാം റെഡി ആക്കിയിട്ട് വരാം. അതെ, എന്റെ കാര്യത്തിൽ തീരുമാനമൊന്നുമില്ല. എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? എന്റെ വിസയുടെ കാര്യം എന്തായെന്ന്? എംബസി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ വിസ എവിടെ നിന്ന് കിട്ടാനാ? അതിന് മുമ്പ് ഡൽഹി പോയി 2 മാസത്തെ കോഴ്സ് ചെയ്യണം. ഇത് പറയാൻ ഞാൻ ഒരു 50 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ട്, ഇല്ലേ? അതൊക്കെ എന്തായാലും ആട്ടെ. ഇപ്പം ഞാൻ എന്തായാലും ഡൽഹി പോകാൻ റെഡിയാ. ഇനി അടുത്ത പരിപാടി എന്നാന്ന് പറ. അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇതാ. ഇതിലെ SLC സർട്ടിഫിക്കറ്റും നഴ്സിംഗ് ഡിപ്ലോമയൊക്കെ എന്തിയേ? അത് തന്നെ ഉണ്ടല്ലോ. അതവിടെ പോയി? അത് എന്നോടാണോ ചോദിക്കുന്നത്? നീ തന്നപോലെ തന്നെയാ ഇരിക്കുന്നേ. നീ ഇവിടെ വന്നിരിക്കുന്നത് വേറെ എന്തോ ഉദ്ദേശിച്ചാ? എനിക്ക് ഇതിനൊന്നും സമയം. എന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. മിസ്റ്റർ, എന്നെ ഇങ്ങനെ എടിപൊടി എന്ന് വിളിക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ വേറെ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടല്ല പോയത്. കൃത്യമായിട്ട് നിങ്ങളെ ജോലി സ്ഥലത്ത് വന്ന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാ പോയത്. അത് നിങ്ങളുടെ മാഡം കൊണ്ടാണല്ലോ. ജിജി, നീ ഇത് തന്നേ പിന്നെ ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന്. ആ, അത് തന്നെയാ പ്രശ്നം. ഇനിയിപ്പോ ഞാൻ തന്നെ ചെയ്യാനാ? അവന് ഞാൻ എന്നാ ചെയ്യണോന്ന് പറ. ഇതിന്റെ ഈ കോപ്പി വല്ലതും തന്നാ പറ്റുമോ? കൊള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് കോപ്പി മതി വന്നു അല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ഇസ്രായേലി പോക്കങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാം. ആ, അതെനിക്കറിയില്ല, നിങ്ങളുടെ ഇഷ്ടം. ഈ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് തന്നാൽ ഞാൻ ഫയൽ ഫോർവേഡ് ചെയ്യാം. ഈ ഏജൻസിയിൽ വരുന്ന എല്ലാവർക്കും കിട്ടുന്ന സർവീസ് തന്നെ നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. അതിന് തടസ്സമൊന്നുമില്ല. എനിക്ക് പോകണം. എടി ജിജി മോളെ, നെല്ല് ചോദിക്കട്ടെ. നീ എന്റെ ജിജി മോളാണോ അത് ആഫീസിൽ വലിയ കോൺസെൻട്രോ? ഞാൻ പഴയ ജിജി തന്നെയാണ്, പക്ഷെ നീ പഴയ ബെല്ലാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നാ നിന്റെ എല്ലാ സംശയവും മാറ്റിയിട്ടേ വിടുന്നുള്ളൂ. വാ കേറ്. ഇപ്പോഴാണോ അതിന് നേരം കിട്ടിയത്? മാറി നിന്ന്, എനിക്ക് പോകണം. ജിജി, നീ ഇങ്ങനെ അലമ്പാവല്ലേ? എന്നായാലും നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നല്ലേ ഉള്ളൂ. കേറുപ്പാ. വേണ്ട, എനിക്ക് ബസ് ഉണ്ട്. ബസ് കോപ്പ് കിട്ടും. ആ സെന്റ് മേരി അല്ലേ, അതിലെ കണ്ടക്ടറും പിള്ളേരും കൂടെ അടിയായിട്ട് അത് സമരത്തില്ല. എപ്പോ? ഇപ്പോ ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാ. ബാ കേറ്, പോകുമ്പോ കാണിച്ചുതരാം. കേറ്.